നിങ്ങൾക്ക് ഏത് കഥയാ പറയേണ്ടത്? ഇന്നത്തെ കുട്ടികൾ സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ. ആ സ്വപ്നങ്ങളെ കുറിച്ചുള്ള ഒരു കഥ ഞാൻ പറയാം. ആ കാലത്ത് ഒരു ചെറിയ കുട്ടിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി തീർന്നു. അങ്ങനെ ഒരു ദിവസം സിന്ധുബാദ് തന്റെ കപ്പലിൽ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഇനി കുറച്ചു ദൂരമേ ഉള്ളൂ. കൊടുങ്കാറ്റ് സമയത്ത് കടൽ കിടക്കുന്ന ആദ്യത്തെ കപ്പൽ നമ്മുടേതായിരിക്കും. പക്ഷേ കടൽ കാണുമ്പോ എനിക്ക് പേടിച്ച് വിറക്കുന്നു സിന്ധുബാദ്. അതാ ഒരു ദ്വീപ് കാണുന്നു. കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ നമുക്ക് അവിടെ നിൽക്കാം. നമ്മൾ അവിടെ എത്തും സിന്ധുബാദ്. എന്താ പറയുന്നത്? നോക്ക്, അവിടെ ഒരു ചുഴലിക്കാറ്റ്. അത് നമ്മളെ വന്നിരിക്കുന്നത്. വേഗം പോ സിന്ധുബാദ്. നീ പേടിക്കുന്ന ഹക്കീം, നമ്മൾ ദ്വീപിനടുത്തെത്തി. അടിച്ചത് കാരണം ഹക്കീം മയങ്ങി വീണു. ആ സമയത്ത് അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു ഉണർന്നു. ഞാനിപ്പോ എവിടെയാണ്? എനിക്ക് എന്താ സംഭവിച്ചത് സിന്ധുബാദ്? എന്താ ഇത്? എനിക്ക് അനങ്ങാനേ പറ്റുന്നില്ലല്ലോ. ഉടനെ അതിങ്ങോട്ട് കൊണ്ടുവാ. വില്ലാളി വീരന്മാരെ തയ്യാറായിരിക്കാൻ. കാലാൾപ്പട തയ്യാറായിരിക്കട്ടെ. നീ എന്തെങ്കിലും കുരുത്തക്കേടൊപ്പിച്ചാൽ ഞങ്ങൾ നിന്റെ കഥ അവസാനിപ്പിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ എവിടെയാണ്? നിനക്കെന്തും മാത്രം ധൈര്യം ഉണ്ടായിട്ടാ ഈ മഹാരാജാവിനോട് നീ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്? ഞാൻ അല്ലെങ്കിൽ ചുഴലിക്കാട്ടിൽ അകപ്പെട്ട് ഇവിടെ വന്ന് വീണിരിക്കുക. എന്റെ ജീവിതം മുഴുവൻ കപ്പലിലാണ്. ദയവചെയ്ത് ഞാൻ പറയുന്നത് കേക്ക് രാജാവേ. ഞാൻ എന്റെ സുഹൃത്തുക്കളെ തേടിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്റെ സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ലടാ രാക്ഷസ. അവിടെ ഒരു വലിയ മൃഗം വരുന്നുണ്ട്. എല്ലാവരും ഓടിക്കോ, ഓടിക്കോ. നീ എത്തിയോ? നീ വന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാവരും തയ്യാറായിരിക്കുക. ആ ജന്തു എത്ര വലുതായാലും നമുക്കതിനെ കൊല്ലണം. എല്ലാവരും അതിനെ ലക്ഷ്യമാക്കി ഉന്നം വയ്ക്കാം. നിക്ക്, നിങ്ങൾ എന്തിനാ ഞങ്ങളെ പേടിക്കുന്നത്? ഞങ്ങളോട് ഇതിനെ രക്ഷപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ ശത്രുക്കളല്ലല്ലോ. പക്ഷേ നിന്നെ പോലുള്ള ധാരാളം ശത്രുക്കൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ശത്രുക്കളോ? അവൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. എന്റെ ഓമന മകളും ഈ നാട്ടിലെ രാജകുമാരിയുമായി ഇവളെ തട്ടിക്കൊണ്ടുപോയി. രാക്ഷസന്മാരെല്ലാവരും ഒരുപോലെയാണ്. നമ്മളെ ആരോ ആക്രമിക്കുന്നുണ്ടോ? ഓടിക്കോളൂ. നമ്മൾ രക്ഷപ്പെട്ടു. നീ എന്റെ സൈനികരെ രക്ഷിച്ചിരിക്കുന്നു. ഇവനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് പുകഴ്ചകളൊന്നും ഇഷ്ടമല്ല. എന്നാലും ഹക്കീം നീയാൾ വാഴത്തെ എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ശത്രുക്കളെല്ലാവരും ഈ മഹാധീരനായ പോരാളിയെ കണ്ടാൽ നടുങ്ങി വിറയ്ക്കും. വീരനോ? മഹാരാജാവേ, ഞാൻ വീരനൊന്നുമല്ല. എനിക്ക് യുദ്ധത്തെ പറ്റി ഒന്നും അറിയില്ല. നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അവര് പേടിച്ചോടിപ്പോയിക്കോളും. മഹാരാജാവേ, എനിക്ക് എന്റെ സുഹൃത്ത് സിന്ധുബാദിനെ കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങൾ എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാൽ എന്റെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഈ ദ്വീപ് മുഴുവൻ നിങ്ങളുടെ സുഹൃത്തിനെ അന്വേഷിക്കും. അങ്ങനെയാണെങ്കിൽ ശരി. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹക്കീം, എന്താ ഇത്? അയ്യോ, താഴ്ന്നു പോകുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഹക്കീം, ആരെങ്കിലും രക്ഷിക്കേ, ഞാൻ ആപത്തിലാണ്. ഞാനിപ്പോ വരാം. അത് രാക്ഷസനാണ്. തിരിഞ്ഞു പോകരുത്, ഞാൻ ആപത്തിലാണ്. എന്നെ സഹായിക്കണം. ദേവിയത് ഒരു കൈ തരൂ, എന്നെ സഹായിക്കൂ. അങ്ങനെയാണോ? എന്തോ ഒന്ന് ഊതുകയാണല്ലോ. നമ്മുടെ ആൾക്കാരെ എല്ലാം വിളിച്ചോണ്ട് വരൂ. ഞാനാണ് നീല, പെലാക്വസിന്റെ റാണിയാണ്. ഓ അതെയോ? നിങ്ങൾ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട്. നിന്റെ നന്ദിയെല്ലാം ശേഖരിച്ചു വെച്ചോളൂ. നീ മൂലം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ രാക്ഷസിനെ പുറത്തു കൊണ്ടുവരാൻ ശക്തിയുള്ള ആയുധങ്ങൾ കൊണ്ടുവരൂ.
എന്റെ പേര് സിൻബാദ്. ഞാനൊരു നാവികനാണ്. എന്റെ ജീവിതം നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. ശരി, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും. പറയാം. സൊലാമ്യ രാജ്യത്തേക്ക് ഉടനെ പോയി അവര് പിടിച്ചോണ്ടുപോയി അടച്ചു വെച്ചിരിക്കുന്ന എന്റെ മകനെ ഉടനെ രക്ഷിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്ന് തരൂ. അല്ല, സൊലാനിയൻസും ചെറിയ ആൾക്കാരാണോ? നിങ്ങളെപ്പോലെ ഉയരമില്ലാതെ? അതെ, ഞങ്ങൾ തമ്മിൽ പല വർഷങ്ങളായി യുദ്ധം നടക്കുകയാണ്. നിനക്ക് സഹായമായി ഞാൻ ഒരു ആയുധം തരാം. ഒരു കാര്യം പറയാം, എന്നെക്കാളും ചെറിയ ആൾക്കാരോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. നീ ആള് വലിയവനായതുകൊണ്ട് നിന്റെ വാക്കും വലുതാകുമെന്ന് ഞാൻ വിചാരിച്ചു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്നെ കണ്ട ഉടനെ അവർ പേടിച്ച് കീഴടങ്ങുക തന്നെ ചെയ്യും. ഇതെന്റെ കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ഒരു വഴിയായിരിക്കുമെന്ന് തോന്നുന്നു. അല്ല, ശരിക്കും നിങ്ങളുടെ മകനെ അവരാണോ കടത്തിക്കൊണ്ടുപോയത്? വേറെ ആരുമല്ല. ഈ ദ്വീപിൽ ഞങ്ങൾക്കുള്ള ഒരേ ഒരു ശത്രു അവർ മാത്രമാണ്. ഈ സ്ഥലത്തേക്ക് വേറെ ആരും വന്നിട്ടേ ഇല്ല. ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്, ഞാൻ വന്നിട്ടുണ്ടല്ലോ. സിന്ധുബാദിന് കുറേശ്ശെ സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി. രാജകുമാരൻ റൂക്കോവും രാജകുമാരി ഇലാനയും കടലിന്റെ മറുവശത്തുള്ള ദ്വീപിൽ കുറ്റവാളികളായി അടയ്ക്കപ്പെട്ടിരുന്നു. അവരെ അവിടെ നിന്നും പാവകൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവരെ അങ്ങോട്ട് കൊണ്ടുപോയത് പണക്കാരനായ ഒരു വ്യാപാരിയായിരുന്നു. കൂടെ അയാളുടെ മകളും ഉണ്ടായിരുന്നു. വരൂ, നിങ്ങളാണ് ഞങ്ങളുടെ ശരിയായ ഉപഭോക്താവ്. എന്റെ കയ്യിൽ ഒരുപാട് പാവകളുണ്ട്, വാങ്ങുന്നോ? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഉണ്ടാക്കിയ പാവകൾ ഒന്നിനും കൊള്ളില്ല, പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നു. ഇതിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഞാൻ നിങ്ങൾക്ക് കൂടുതലായി പണം നൽകുന്നത് എന്റെ സംതൃപ്തിക്കനുസരിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ന്യായാധിപന്റെ മുന്നിലെത്തിക്കും ഞാൻ നിങ്ങളെ. സമാധാനിക്ക്. ഇങ്ങനെ ബഹളം വെച്ച് എന്റെ കട പൂട്ടരുത്. എങ്ങനെയും ഞാൻ നിങ്ങളെ തൃപ്തനാക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പാവകൾ നിങ്ങളുടെ മനസ്സിനെ മയക്കുന്നവയാണ്. അച്ഛാ, ഇത് കണ്ടോ? വളരെ ഭംഗിയുണ്ട്. ഞങ്ങളെ രക്ഷിക്കണം.